ഇപ്പോൾ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു. ഇപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് യോജിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ശർക്കര വരട്ടി ചെറിയ ചെറിയ പീസസ് ആയിട്ട്, ഒരുപാട് ചെറുതാക്കണ്ട ആൻറ്റി. നമ്മൾ സാധാരണ കടയിൽ നിന്ന് മേടിക്കുന്നതിന് ഒന്നുകൂടി ഒന്ന് ചെറുതായിട്ട് രണ്ടാക്കുക. ഇതായിട്ട് ഇനി ഇതിലേക്ക് ഇതൊക്കെ കിട്ടും. ഇനി ഇത് തീ ഓഫ് ചെയ്യാൻ ആൻറ്റി. ഇനി തീ ഓഫ് ചെയ്യണ്ട, കാരണം ആ ശർക്കര വരട്ടിയുടെ ക്രിസ്പിനെസ് ഉണ്ടായിരിക്കുന്നതാണ് നല്ലത്. പിന്നെ നമ്മൾ പായസം കഴിക്കുമ്പോൾ ഇടയ്ക്ക് ഈ ശർക്കര വരട്ടി കൂടി കഴിക്കാനായിട്ട്. ഇത് സാധാരണ നമ്മൾ പായസം എല്ലാം ഉണ്ടാക്കിയിട്ട് ഒന്നും അടച്ചു വെക്കത്തില്ല ആൻറ്റി. ഇതിങ്ങനെ നമ്മൾ ആയതിനു ശേഷം അടയ്ക്കണ്ട. കാരണം എന്താണെന്ന് ശർക്കര വരട്ടി പെട്ടെന്ന് അങ്ങ് ആ വിയർപ്പിലിരുന്ന് കുതിർന്നു പോകത്തേ ഉള്ളൂ. അപ്പം നമ്മളിങ്ങനെ ഒന്ന് തുറന്ന് വെച്ച് അതിൻ്റെ ആദ്യത്തെ ആവി ഒന്ന് പോയതിന് ശേഷമാണ് നമ്മൾ ഈ ഏലപ്പൊടി എല്ലാം ഇട്ട് കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ പാൻ ചൂടായി. അണ്ടിപ്പരിപ്പും കിസ്മിസും വറുക്കാനുള്ള നെയ്യ്. കിസ്മിസ് കുറച്ച് ഇട്ടാൽ മതി. എൻ്റെ കിസ്മിസിനൊരു, കാരണം മുന്തിരി ആകുമ്പോഴത്തേക്കും കുറച്ച് പുളിരസം ഇതായിട്ട് വലുതാവുകയും ചെയ്യും. തേങ്ങയുടെ കൊത്തുണ്ടെങ്കിൽ അതുകൂടി ഇങ്ങനെ നെയ്യിൽ മുപ്പിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അണ്ടിപ്പരിപ്പ് പിന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഇതാണല്ലോ അല്ലേ. അധികം മൂക്കാതിരുന്നാൽ മതി. ആ ഇട്ടോ അത് കുറച്ച് മതി ആൻറ്റി. കിസ്മിസ് കുറച്ച് മതി. ഓക്കെ. എടുത്തൊഴിക്കണ്ടേ? അങ്ങനെ ശർക്കര വെച്ച് എന്ത് പെട്ടെന്ന് ഞാനൊരു പായസം ഭയങ്കരമായിട്ട് പെട്ടെന്നുണ്ടാക്കി. സാധ്യ കഴിവ്. ഇത് അടച്ചു വെക്കേണ്ട ആൻറ്റി. ആദ്യം കുറച്ച് നേരത്തേക്ക് അടച്ചു വെക്കേണ്ട. അതിൻ്റെ ആവി കംപ്ലീറ്റ് പോയിട്ട് ഒന്ന് ഇതാക്കിയാൽ മതി. ഇതൊരു 2 മണിക്കൂർ വരെ ഈ ശർക്കര വരട്ടി കുതിർന്നൊന്നും പോകത്തില്ല. അത് കഴിഞ്ഞിട്ട് ഇതായി പോകത്തുള്ളൂ. ഒന്ന് അവസാനം ഏലയ്ക്ക കണ്ടിട്ട് തന്നെ കുടിക്കണമെന്നൊരു ആഗ്രഹമൊക്കെ തോന്നുന്നുണ്ട്. ധൈര്യമായിട്ട് കുടിക്കാൻ. അതെ അതെ. എന്തായാലും നമുക്ക് സദ്യയുടെ കൂടെ ഇത് കഴിക്കാം. പക്ഷെ ആൻറ്റി അതിന് മുമ്പ് കുറച്ചൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ഒന്ന് പറയാമോ? എന്തായാലും ആൻറ്റി ആദ്യം ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് അഭിപ്രായം പറയൂ. ചൂടുണ്ട് ആൻറ്റി? ചൂടൊന്നും സാരമില്ല. എൻ്റെ ഓണത്തപ്പ ഷുഗർ ഇല്ലാത്തവർക്കും ഷുഗർ നമുക്ക് പിടിച്ചു വരും. ഷുഗർ കണ്ടുപിടിച്ച ആൾക്കാരൊക്കെ ഇതിനകത്തുണ്ട്. എല്ലാം ഉണ്ട്. മധുരം നല്ലപോലെ മധുരം ഇഷ്ടമുള്ളവർക്ക് ഭയങ്കരമായിട്ട്. ആക്ച്വലി ഷുഗർ പേഷ്യൻസ് വൺസ് ഇൻ എ വൈൽ കഴിക്കാം. കുറച്ചൊക്കെ ഒരു അല്ല ആൻറ്റി, കുറച്ച് വേണമെങ്കിൽ കഴിക്കാം. അതിന് പ്രശ്നമൊന്നും വരത്തില്ലല്ലോ. ഇന്ന് തിരുവോണമല്ലേ. ഇപ്പം തിരുവോണം ആകുമ്പോഴത്തേക്കും പ്രശ്നം ഉണ്ടാവത്തില്ല. ഇതേ കഴിക്കുന്നുണ്ടോ ആൻറ്റി? അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് തന്നെ ഈ ശർക്കര വരട്ടി പായസം പരീക്ഷിച്ച് നോക്കുക. ഇന്ന് ഈ തിരുവോണ നാളിൽ ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല നമ്മുടെ എന്ന് പറയുക ലളിതാൻറ്റിക്ക് എനിക്കൊരു പായസം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെന്ന്. പോരാഞ്ഞിട്ട് ലളിതാൻറ്റി എനിക്ക് പായസം ഞാൻ അങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്തെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് വിഭവസമൃദ്ധമായ ഒരു ഓണസദ്യയാണ് കരുതിയിരിക്കുന്നത്, എനിക്കും നിങ്ങൾക്കും. അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും നമ്മുടെ പ്രേക്ഷകർക്ക് ഓണം ആശംസിക്കേണ്ടേ? തീർച്ചയായിട്ടും എല്ലാ മീഡിയ വൺ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ ആൻറ്റി ഇനി നമുക്ക് സദ്യ കഴിക്കാം. പിന്നെന്താ, ഒരുപാട് താമസിച്ചു പോയി. ഓണമല്ലേ, അപ്പൊ അങ്ങനെയൊക്കെ കിടക്കും.